മീ ഗീതു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അൺപാക്കിംഗ് വീഡിയോ ആണ്. അതായത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന മാൾട്ടയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ സാധനങ്ങളുടെ ഒരു അൺപാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, കാരണം നല്ലോണം തന്നെ അൺപാക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇനി ഓരോന്നോരോന്ന് തുടങ്ങാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ ആദ്യമേ ഇത് പറയാം, ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾ വേറെ എന്തിനാണ് ഞങ്ങളെ കാണിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു ചോദ്യം വരാം. അപ്പം ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്തായാലും ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരാം, എന്തൊക്കെ കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വീഡിയോസിലൂടെ കണ്ടിട്ടാണ് എനിക്കൊരു ധാരണ കിട്ടിയത്. അപ്പോൾ ഇനിയിപ്പോൾ മാൾട്ടയിലേക്കാണെങ്കിൽ ഒരുപാട് മലയാളീസ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏത് സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്കൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ എന്താ നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇന്ന സാധനങ്ങൾ കൂടി കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാൻ വന്നതെന്ന് പറയുന്നത് ലുഫ്താൻസ എയർവേസ് വഴിയാണ്. അതായത് കൊച്ചിയിൽ നിന്ന് ഡൽഹി വരെ വിസ്താര, ഡൽഹി ടു ജർമ്മനി, ഫ്രാങ്ക്ഫർട്ട് വരെ ലുഫ്താൻസ, ദെൻ ഫ്രാങ്ക്ഫർട്ട് ടു മാൾട്ട ലുഫ്താൻസ തന്നെയായിരുന്നു. എനിക്ക് ബാഗേജ് അലവൻസ് എന്ന് പറഞ്ഞാൽ 23 kg 2 ചെക്കിൻ ബാഗും 7 kg ഒരു ക്യാബിൻ ബാഗുമായിരുന്നു എൻ്റെ അലവൻസ്. അപ്പോൾ ഞാൻ അത്രയും സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ ക്യാബിൻ ബാഗ് വന്നിട്ടാ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല, കുറച്ചുകൂടി വൈഡായിട്ട് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ക്യാബിൻ ബാഗ് വന്നിട്ട്. ഇത് നാച്ചർ മൈൽസിൻ്റെ ആൻവ്രത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാബിൻ ബാഗ് കേട്ടോ. നല്ല ക്യാബിൻ ബാഗ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല ഇതാണ്. അപ്പോൾ ഈ ബാഗിൽ എനിക്ക് 7 കിലോ കൊണ്ടുവരായിരുന്നു. എൻ്റെ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 7 കിലോ 100-200 ഗ്രാം എന്തോ കൂടുതലുണ്ടായിരുന്നുള്ളൂ. ഇതാണ് എൻ്റെ ഹാൻഡ് ലഗേജ് ആയിട്ട് വന്നത്. പിന്നെ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറയുന്നത് ഹാൻഡ് ലഗേജ് ആകെ 7 കിലോ മാത്രമേ കൊണ്ടുവരാൻ പോകുള്ളൂ, വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. പക്ഷേ എനിക്ക് ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ട്രാവൽസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവരോട് ഇതിൻ്റെ ഉള്ളിലാണ് ലാപ്ടോപ്പ് വെക്കേണ്ടതെന്നാണ്. പക്ഷേ എനിക്ക് പേടിയുള്ളത് കൊണ്ട് ഞാൻ ലാപ്ടോപ്പ് മാത്രം ഒരു എക്സ്ട്രാ അതങ്ങനത്തെ ഇതിൽ കൊണ്ടുവന്നു. നമ്മുടെ നോർമൽ ലാപ്ടോപ്പില്ലേ അങ്ങനത്തെ ഒരു കേസിലാണ് അതിനെ കൊണ്ടുവന്നത്. ശരിക്കും ഇത് അലൗഡാണോ എന്ന് ചോദിച്ചാൽ അലൗഡല്ല. പക്ഷേ എനിക്ക് ചെക്കിങ് ടൈപ്പിൽ വേറെ ഒന്നും ചോദിച്ചില്ല, കാരണം ലാപ്ടോപ്പ് മാത്രം ആയതുകൊണ്ടാണ് തോന്നുന്നു വേറെ ഒന്നും ചോദിച്ചില്ല. അപ്പം ഇതിൽ ഞാൻ എൻ്റെ ലാപ്ടോപ്പ് വെച്ചു. എൻ്റെ ലാപ്ടോപ്പും പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ആ ഒരു ഫയല്, പാസ്പോർട്ട്, നമ്മുടെ കോളേജിൻ്റെ അക്സെപ്റ്റൻസ് ലെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച്. പിന്നെ ഇതിൽ ഒരു സൈഡ് പോക്കറ്റിൽ ഞാൻ വന്നിട്ട് ഇതിൻ്റെ ചാർജർ, ഇത് രണ്ടുമാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചത്. അതുകൊണ്ട് വേറെ എനിക്ക് എയർപോർട്ടിൽ നിന്ന് വേറെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റായിട്ട് ഇത് മാത്രമേ ഉള്ളതുകൊണ്ട്. ഇനിയിപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചൊരു ബാക്ക് പാക്ക് കൊണ്ട് ഇടാമെന്ന്, പക്ഷെ അത് ഇട്ടാണെങ്കിൽ ശരിക്കും ചിലപ്പോൾ എനിക്ക് പണി കിട്ടിയേനെ, കാരണം അലവൻസ് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എൻ്റെ 7 kg ക്യാബിൻ ട്രോളി. അപ്പോൾ ഇതിലെന്തൊക്കെയാണെന്ന് എനിക്ക് കാണിച്ചു തരാം. വീട്ടിൽ വെച്ച് നോക്കിയപ്പോൾ ഉള്ള വെയിറ്റ് അല്ലായിരുന്നു ഇപ്പോൾ എയർപോർട്ടിൽ വെച്ച് നോക്കിയപ്പോൾ. വീട്ടിൽ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് 7 കിലോ ആയിരുന്നു. പക്ഷേ എയർപോർട്ടിൽ വന്നപ്പോൾ കുറച്ച് ഗ്രാം വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവരത് സ്റ്റുഡൻ്റ് ആയതുകൊണ്ടൊന്നും പറഞ്ഞില്ല. 1 കിലോ കൂടിയാലൊന്നും കുഴപ്പമില്ലാന്ന് ചിലവർ പറയുന്നുണ്ട്, പക്ഷെ ചിലവരുടെയൊക്കെ അടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളതൊക്കെ നോക്കിയിട്ട് വേണം പാക്ക് ചെയ്യാൻ. ഇത് തുറക്കുമ്പോൾ എന്താ ഫസ്റ്റത്തേന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ശരിക്കും കുറച്ച് സാധനങ്ങൾ എൻ്റെ ഒരു ചെക്കിൻ ബാഗിലായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ട് 2 ദിവസമായി. അപ്പോൾ എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുറന്നപ്പോൾ കുറച്ച് താഴത്തേക്ക് ചടിപ്പോൾ ഞാൻ ഇതിൽ കൊണ്ടുവന്ന് ഇട്ടതാണ്. അപ്പോൾ എനിക്ക് ഓരോന്നോരം കാണിച്ചു തരാം. എൻ്റെ ഫസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് എൻ്റെ ടെഡ്ഡി ബെയർ ഉണ്ട്, എൻ്റെ ഡുണ്ടുമോനുണ്ട്. ഇതെനിക്ക് ഏട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ ഇതിനങ്ങോട്ട് കൊണ്ടുവന്നു. എൻ്റെ ടെഡ്ഡി ബെയർ ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എടുത്തതായിരുന്നു. എൻ്റെ ചാർജറാണ്, ഫോണിൻ്റെ 2 ഫോണിൻ്റെ ചാർജർ. പിന്നെ ഇതിൽ ഒരു ബാഗ്, പുറത്തേക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഇട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബാഗുണ്ട്. പിന്നെ ഒരു ഷോപ്പിംഗ് ബാഗ്, നമ്മുടെ ഗ്രോസറി ഒക്കെ മേടിക്കാൻ പോകുമ്പോൾ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാട്ടോ. അങ്ങനത്തെ ഒരു ഷോപ്പിംഗ് ബാഗ്. നമുക്ക് അത്യാവശ്യം ഗ്രോസറി ഒക്കെ എന്തായാലും മേടിക്കാൻ പോകണം. എനിക്ക് എന്തായാലും ഇന്ന് പോകണം മേടിക്കാനായിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഞാൻ അത് മേടിക്കാൻ പോകാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ബാഗുണ്ട്. പിന്നെ അതാ എൻ്റെ ഒരു ഹോട്ട് ബാഗ്. ഇതൊക്കെ എൻ്റെ ചെക്കിൻ ബാഗിൽ ഇരുന്നാട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടു എന്നുള്ളൂ. എൻ്റെ ഇതുണ്ട്. പിന്നെ എൻ്റെ ഒരു വാലറ്റ്. ഇതിലെന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ആധാർ കാർഡ്, പിന്നെ നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ്, ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനത്തെ ഉള്ളതൊക്കെ. പിന്നെ ഇത് എൻ്റെ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് പാസിൻ്റെ ഒക്കെ ഉണ്ട്.
അതുപോലെ എൻ്റെ ടിക്കറ്റൊക്കെ ഉണ്ട്, ആ പേപ്പറുണ്ട്. പിന്നെ ഫയലുകൾ, ഇതെല്ലാം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആണ്. നമ്മുടെ ഒറിജിനൽ, അതിൻ്റെ ഫോട്ടോ കോപ്പി, നമുക്ക് ഇവിടെ ഒരുപാട് സബ്മിഷനും കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചധികം കൂടുതൽ ഫോട്ടോസ്റ്റാറ്റ് എല്ലാത്തിൻ്റെയും പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ വന്നിട്ട് ഒരു ഐ മാസ്ക്, ഇതെനിക്ക് സ്മിട്ടനിൽ നിന്ന് കിട്ടിയതാട്ടോ. അങ്ങനെ വെക്കും, നമ്മുടെ ഇതിലൊരു ജെല്ലുണ്ട്, അപ്പോൾ നമുക്ക് കണ്ണിനൊക്കെ ഒരു കൂളിംഗ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ആ ഒരു ഐ മാസ്ക് ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ എയർപോർട്ട് കേസാണ്. ഇത് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. ചിക്കൂസ് ഹാൻഡ് മെയ്ഡ് എന്നുണ്ടോ, നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്, നല്ല മെറ്റീരിയലാണ്, തുണിയുടെ നല്ല മെറ്റീരിയലാണ്, നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഈ ഒരു സൈഡിലുള്ളത്. ഇപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സൈഡാട്ടോ. ഇതാ കാണുന്നു. ഇവിടെ എന്താണെന്നൊക്കെ വെച്ചാൽ ഈ സൈഡ് ഫസ്റ്റിനെ നോക്കുമ്പോൾ എൻ്റെ ഏട്ടൻ്റെയും ഒരു ഫോട്ടോയാണ്. ഇത് ഞാൻ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. അത് ഞങ്ങളുടെ രജിസ്റ്റർ ചെയ്തപ്പോൾ ഉള്ള ഫോട്ടോയാണ്. അത് ഫ്രെയിം ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് പാഡാണ്. ഇത് കാർമസിയുടെ പാഡാണെങ്കിൽ നമുക്ക് ഫ്ലൈറ്റിൽ വെച്ച് കയറുമ്പോൾ എങ്ങനെയാണെന്നറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഒരെണ്ണം 2-3 ഇതിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ക്രീൻ കാർഡ്, എൻ്റെ OnePlusൻ്റെയും സാംസങ്ങിൻ്റെയും സ്ക്രീൻ കാർഡ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വരുമ്പോൾ സ്ക്രീൻ കാർഡ് അത്യാവശ്യം എന്നാണ്. എൻ്റെ ചേട്ടൻ UK പോയപ്പോഴൊക്കെ ആൾ അനുഭവം പറഞ്ഞപ്പോൾ നമ്മളത് കൊണ്ടുവരും. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സൈഡ് തുറക്കുമ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ലേ ഓവർ ഒരു 5-6 മണിക്കൂർ ജർമ്മനി, ഡൽഹിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു എക്സ്ട്രാ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു ഫേസ് ടവല്, നമുക്ക് വാഷ്റൂമൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു ഫേസ് ടവല്. പിന്നെ എൻ്റെ ഇന്നർ, ഒരു ഷോർട്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളത്, ഒരു പെയർ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ ഇതിന് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്പ്രേ ആണ്. ഇത് ആക്ച്വലി ഇതിലിരുന്നതല്ല, എൻ്റെ ചെക്കിൻ ബാഗിലിരുന്നതാണ്. ഇന്നലെ തുറന്നപ്പോൾ താഴെ ചടിപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടതാണ്. ഇത് ഏട്ടൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതുണ്ട്. പിന്നെ ഇതിലെന്ന് പറയണത് ഈ ഒരു പൗച്ചിൽ എൻ്റെ കുറേ സ്ക്രാബ്, ടിപ്പ്, നമുക്ക് എയർപോർട്ടിൽ യൂസ് ചെയ്യേണ്ട ഫേസ് വാഷ് കാര്യങ്ങൾ അങ്ങനത്തെ വേണ്ടിയിട്ടുള്ളൊരു പൗച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പൗച്ചുണ്ട്. ഇതിൽ എന്ന് പറയുകയാണെങ്കിൽ എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഐറ്റംസും ഒക്കെ ഉണ്ട്, വയറുകളും കാര്യങ്ങളൊക്കെയായിരുന്നു. ഇതെൻ്റെ ഗോപ്രോൻ്റെ ബാറ്ററിയുടെ ചാർജർ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ലൈറ്റ്, പിന്നെ എൻ്റെ ബാൻഡ് ഉണ്ട്, MIയുടെ ബാൻഡ്, പിന്നെ എൻ്റെ ഗോപ്രോൻ്റെ ചാർജർ, ഹെഡ്സെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഇതെന്ന് വെച്ചാൽ എനിക്ക് ചെക്കിങ്ങിന് വന്നപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ വില മനസ്സിലായത്. എല്ലാ സാധനവും നമ്മൾ ട്രോളിൽ നിന്നിട്ട് പുറത്തേക്ക് ഇടണം. അതാകുമ്പോൾ നമുക്ക് എല്ലാം നേരിട്ട് അങ്ങ് ഇടാൻ ഭയങ്കര സുഖമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉപകാരപ്പെട്ടു. പിന്നെ ഒരു സാധനം എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ വേണമെന്നില്ല, യൂസ്ഡ് ആയിരിക്കുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്കിത് വേണമെന്ന് തോന്നിയപ്പോൾ ഞാൻ മേടിച്ചതാട്ടോ. നമ്മൾ ഇന്ത്യയിലൊക്കെ വരുമ്പോൾ നമുക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ടോയ്ലറ്റ് പേപ്പറും കാര്യങ്ങളും ഒക്കെയാണല്ലോ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇത് മേടിച്ചതാണ്. നമുക്ക് വാഷ്റൂമൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിജെറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. അത് നമുക്ക് ആമസോണിലൊക്കെ കിട്ടും. ഇത് നമുക്ക് വാട്ടർ നിറയ്ക്കുക, നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇത് ഞാൻ ഒരു ഹിന്ദിയിലൊരു ഇൻഫ്ലുവൻസറിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ആൾ കാനഡയിൽ പോയിപ്പോൾ മേടിച്ച ഒരു ഐറ്റംസിൽ ഇത് കണ്ടിട്ടുണ്ട്. അന്നോട്ട് ഞാനത് നോക്കി വെച്ചേക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ടൈമിലൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്നാണ് എല്ലാ സാധനവും മേടിച്ചത്. ഇതുപോലെ ബാഗൊക്കെ ഓൺലൈനാണ്. അപ്പോൾ എനിക്ക് നല്ല ചീപ്പ് റേറ്റിൽ കിട്ടുകയും ചെയ്തു. ഇത് ആവശ്യമുള്ളവർക്ക് മേടിക്കാൻ നല്ലതാണ്, കാരണം യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ ഇടയ്ക്ക് പുറത്തുനിന്ന് വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യുക. പുറത്തേക്ക് റോഡിൽ വണ്ടി പോകുന്നതിന് ഒച്ചയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഈ ഒരു ബാഗിൽ. നമുക്ക് അടുത്ത ബാഗ്, എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ. ഇതിലിപ്പോൾ ഞാൻ എൻ്റെ ക്യാബിൻ ബാഗിൽ ഇരുന്ന സാധനങ്ങളൊക്കെ കുത്തിക്കയറ്റി നിറച്ച് വെച്ചേക്കാണ്. മെയിനായിട്ട് എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയത് ഈ ഒരു റിഫ്രഷിങ് ടവൽ കിട്ടി. പിന്നെ ഒരു മാസ്ക്, ഐ മാസ്ക് കിട്ടി. പിന്നെ ഒരു പേസ്റ്റും ബ്രഷും. പേസ്റ്റ് ഞാൻ അവിടെ യൂസ് ചെയ്തു, ബ്രഷ് ഇതിലുണ്ട്. പിന്നത്തെ സാധനങ്ങളൊക്കെ കിട്ടി കേട്ടോ. പിന്നെ എൻ്റെ ആ ക്യാബിൻ ബാഗിൽ കിടന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഒരു പാഡ്, പിന്നെ എൻ്റെ ഒരു മൗത്ത് വാഷ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു കേബിൾ ഇങ്ങനെ കണക്ടർ പോലത്തെ ഒരു ഇതാണ്. നമുക്കിങ്ങനെ കേബിൾസൊക്കെ എവിടെയും ചുരുണ്ടുകൂടി കിടക്കില്ല. അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ നമുക്ക് നോക്ക് ചെയ്തൊക്കെ. ഇതും ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് മേടിച്ചതാണ്. ചിക്കൂസ് ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞൊരു പേജിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഒരു നെയിൽ പോളിഷ്, എൻ്റെ ഒരു ബുക്ക്, അതൊക്കെ ഞാനിപ്പോൾ ഈ ക്യാബിൻ ബാഗിൽ നിന്ന് ഇതിലോട്ടേക്ക് എടുത്തിട്ടതാണ്.
അപ്പം അതൊക്കെ ഈ ഒരു ഇതിലോട്ടൊക്കെ ഞാൻ പറക്കിട്ടെ. അപ്പം ഞാൻ ഇനി എൻ്റെ ചെക്കിങ് ബാഗിൽ എന്തൊക്കെയാണ് കാണിച്ചത്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പെട്ടി പൊട്ടിക്കാം. ഇത് മൊത്തം എൻ്റെ ഫുഡ് ഐറ്റംസും എൻ്റെ പാത്രവും കാര്യങ്ങളൊക്കെ ഈ ബാഗിലാട്ടോ. എന്തായാലും എനിക്കൊന്ന് പൊട്ടിക്കണം, കാരണം എന്തെങ്കിലും വെച്ച് കഴിക്കണമെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് സാധനങ്ങൾ വേണം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു ചായ വയ്ക്കുന്ന സോസ് പാനും പിന്നെ ഒരു ഈപ്പി നൂഡിൽസും പിന്നെ എൻ്റെ ചായ വയ്ക്കുന്ന കപ്പ് സ്പൂൺ അങ്ങനത്തെ ഒക്കെ എടുത്തിട്ടുണ്ട്. കാരണം വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ ഇത് ഫുൾ പൊട്ടിച്ചെന്തായാലും എനിക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി കാണിക്കാതെ വിചാരിച്ചിട്ടാണ് ഇത് എടുക്കാതെ വെച്ചത്. അതിനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത പെട്ടി വന്നിട്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്, പെരുമ്പാവൂർ കിംസിന്ന് മേടിച്ചതാണ്. വൈൽഡ് ക്രാഫ്റ്റിൻ്റെ 55 സെൻറ്റിമീറ്ററിൻ്റെ ചെക്കിൻ ബാഗാണ്. നല്ല ക്വാളിറ്റി ആട്ടോ, അധികം പൈസ ആയിട്ടൊന്നുമില്ല. ഓൺലൈൻ വെച്ച് നോക്കുമ്പോൾ ആ ഒരു പൈസ തന്നെയാവുള്ളൂ. എന്നാലും നല്ലൊരു പെട്ടിയായിരുന്നു, കാരണം എനിക്ക് പെട്ടി ഓൺലൈൻ മേടിക്കാൻ സമയം കിട്ടില്ല. ഈ പെട്ടിയൊക്കെ ഓൺലൈനാണ്, ആ പെട്ടി ഓൺലൈനാണ്. പക്ഷേ ഇത് പിന്നെ എനിക്ക് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈൻ പറ്റിയില്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ പോയി മേടിച്ചു. അതായത് നല്ല പെട്ടിയാണ്. അതെന്തായാലും എനിക്ക് കാണിച്ചു തരാം. നല്ല കനമുണ്ട്. ഇത് എനിക്ക് എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പെട്ടി. ഒരു ബനിയനുണ്ട്, പിന്നെ 2 പില്ലോ കവർ നമുക്കിവിടെ വരുമ്പിടാനുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സിപ്ലോ കവറിൽ എൻ്റെ പൊട്ട്, പിന്നെ എൻ്റെ നമ്മുടെ റേസർ കാര്യങ്ങൾ, പിന്നെ ലിപ്സ്റ്റിക്ക്, ഹൈബ്രോ പെൻസിൽ, അങ്ങനത്തെ കാര്യങ്ങൾ, മേക്കപ്പ് ബ്രഷ്, അങ്ങനത്തെ കൊച്ചു കൊച്ചു സാധനങ്ങൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ എൻ്റെ OnePlusൻ്റെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ കേസ് ഞാൻ വേറെ ഒരെണ്ണം മേടിച്ചു. ഇങ്ങനെ നമുക്ക് പിടിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരെണ്ണം മേടിച്ചപ്പോൾ ഞാൻ ആ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അത്. പിന്നെ ഇങ്ങനത്തെ ഒരു പൗച്ചുണ്ട്. ഈ പൗച്ചിൽ സ്ക്രഞ്ചീസ് 2 ഉണ്ട്. പിന്നെ ഒരു സെറ്റാഫിലിൻ്റെ ഒരു കുഞ്ഞു, ഇതൊക്കെ സ്മെറ്റിൽ നിന്ന് കിട്ടിയതാണ്. മറ്റേ സ്ക്രഞ്ചി പെട്ട സെറ്റാഫിൽ. ഇത് ആ സ്മെറ്റിൽ നിന്നുള്ള പേഴ്സ്. പിന്നെ ഒരു കത്രിക, ഇവിടെ വരുമ്പോൾ കത്രിക എന്തെങ്കിലും ആവശ്യത്തിന് വേണം. പിന്നെ എൻ്റെ ബെൽറ്റിൻ്റെ എണ്ണ, എൻ്റെ തലയിൽ തേക്കുന്ന എണ്ണയാണിത്. ഇത് നന്നായിട്ട് കവർ ചെയ്ത് ഇങ്ങനെ പമ്പോട്ടിൽ നന്നായിട്ട് കവർ ചെയ്ത് കൊണ്ടിട്ടുണ്ട്. പോയിട്ടൊന്നും ഇല്ല ഇതുവരെയായിട്ട്. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇത് പക്ഷേ കട്ടയായിട്ടാ, തണുപ്പത്തൊക്കെ ഇരുന്നിട്ടാണ് കട്ടയായിട്ടുണ്ട്. എന്തായാലും യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ അറിയാം. പിന്നെ വന്നിട്ട് ഒരു ബാത്റൂം ഫ്രഷ്നർ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഐസ് റോളർ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പോലും ഇല്ല, മേടിച്ചിട്ട് അതും കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങോട്ട്. പിന്നെ അതെന്താ, ഇതെൻ്റെ മസാജർ ബ്രഷാണ്, മറ്റേ ഫേഷ്യൽ മസാജറിൻ്റെ യൂസ് ചെയ്യുന്ന ഒരു ഇതുണ്ട്, ചോക്കോസ്. ഞാൻ ഇതുവരെ പാലിട്ട് അങ്ങനെ കഴിച്ചിട്ടില്ല. ഇവിടെ വരുമ്പോഴൊക്കെ പുതിയ ഇതാണല്ലോ, നമ്മുടെ അവിടെ ഒരു ഫുഡൊന്നും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ചോക്കോസ് മേടിച്ചു. പിന്നെ ഇതെൻ്റെ ഒരു ഇന്നർ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതാണ്. ഇത് നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്ന ബ്രഷാണ്, നമുക്ക് വാഷൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷ്. പിന്നെ ഇതെൻ്റെ വാക്കം ചെയ്തേക്കുന്നത്, എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ വാക്കം ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ പമ്പും അതിൻ്റെ ഒരു സിബ് ടൈറ്റ് ചെയ്യാനുള്ള സാധനമാണ്. പിന്നെ സോക്സ്, ഇവിടെ മെയിൻ വേണ്ടതാണ് തണുപ്പത്ത് സോക്സ്. കുറച്ച് കട്ടിയുള്ള വൂളൻ സോക്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് അവിടെ ചിരട്ടപ്പുട്ട്, ഇതെനിക്ക് എൻ്റെ അമ്മായിയമ്മ കൊണ്ടു തന്നതാണ് കേട്ടോ. ഞാൻ പുട്ടൊക്കെ തിരട്ടേന്ന് ചോദിച്ചാൽ അമ്മ എനിക്ക് കൊണ്ടുതന്നു ചിരട്ടപ്പുട്ടാണ്. അപ്പോൾ അത് നമുക്ക് കുക്കറിലൊക്കെ വെച്ചിട്ട് കുറച്ച് മതിയില്ല എനിക്കൊക്കെ, അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് വന്നിട്ട് ഇത് പുളി, മീൻകറിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പുളി, ഏട്ടൻ്റെ നിർബന്ധമാണ് എനിക്ക് പുളിയൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ മീനും ഇറച്ചിക്കൊക്കെ വില കുറവാണ്, പച്ചക്കറിക്ക് നല്ല വില കൂടുതലാണ്. അപ്പോൾ ഞാൻ മീൻകറിയൊക്കെ വെച്ച് കഴിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് പുളിയൊക്കെ കൊണ്ടുതന്നു. അപ്പോൾ ഇനി അടുത്തത് വന്നിട്ട് അച്ചാറാണ്. ഇത് ഈന്തപ്പഴത്തിൻ്റെ അച്ചാർ, ഇതും എനിക്ക് എൻ്റെ അമ്മായിമ്മ സ്പെഷ്യൽ. അമ്മ എനിക്ക് ഈന്തപ്പഴ അച്ചാർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അമ്മ എനിക്ക് ഈന്തപ്പഴം വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ ഈന്തപ്പഴം അച്ചാർ കൊണ്ടു തന്നിട്ടുണ്ട്. അതുണ്ട്. പിന്നെ ഇത് വന്നിട്ട് മരുന്നാട്ടോ, അത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മരുന്നാണ്, ആൾക്ക് കൊണ്ടുവന്നതാണ്. പിന്നെ ഇനി വന്നിട്ട് ഇതും അച്ചാറാണ്, മീനച്ചാർ. ഇത് വീട്ടിൽ അച്ഛൻ ഉണ്ടാക്കിയ അച്ചാറിൻ്റെ സ്പെഷ്യൽ അച്ചാറാണ്, മീനച്ചാറുണ്ട്. പിന്നെ സോസ്, ടൊമാറ്റോ സോസ്, ഇത് 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞാൻ കഴിക്കേക്ക് കൊണ്ടുപോയി, ഇന്നലെ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡിനോടെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. പിന്നെ വന്നിട്ട് ഇപ്പി,
പാക്കറ്റ് ഞാൻ ഓൾറെഡി കഴിച്ചു കേട്ടോ. പിന്നെ വന്നിട്ട് 2 നമ്മുടെ തലയിടുന്ന ക്ലിപ്പ്, പിന്നെ എൻ്റെ കുക്കർ. ഞാൻ മേടിച്ചേക്കുന്നത് ഇൻഡക്സിൻ്റെ 3 ലിറ്ററിൻ്റെ കുക്കറാട്ടാണ് മേടിച്ചത്. എനിക്കൊരാൾക്ക് ഇത് മതിയല്ലോ, അപ്പോൾ അത് മേടിച്ചേക്കുന്നത്, അതാണ് കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ വീണ്ടും PP നൂഡിൽസ്. ഇത് നമ്മുടെ കുളിക്കുമ്പോൾ മേലൊരയ്ക്കുന്ന, ഇതിൽ നമുക്ക് ഷവർ ജെല്ല് കാര്യങ്ങളൊക്കെ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് മെയിലൊക്കെ ഒഴിക്കാൻ സുഖമാണ്. ഇങ്ങനത്തെ മേടിച്ചാൽ ലൂഫൊന്നും അങ്ങനത്തെ മേടിച്ചിട്ട് വന്നിട്ട് എൻ്റെ മെഡിസിൻസ്. ഇത് പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ വരുമ്പോൾ എന്തായാലും പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഞാൻ ഇതിൽ തന്നെ പ്രിസ്ക്രിപ്ഷൻ ഇട്ടു. ഇനിയിപ്പോൾ ഇവരിത് ചെക്ക് ചെയ്യുമ്പോൾ ഇതിൽ പ്രിസ്ക്രിപ്ഷൻ കാണണമെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ ഡോക്ടറിനെ പോയി കണ്ട്, നമുക്ക് ഇവിടെ വരുമ്പോൾ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്കിപ്പോൾ തൊണ്ടവേദന ചെറുതായിട്ട് വന്നു തുടങ്ങി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് അസുഖം വരുന്ന ഒരാളാണ്. ഈ പനി ജലദോഷമൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം മരുന്നൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു സ്പൂണ്, ഇതിൻ്റെ കപ്പ് ഉണ്ട് കേട്ടോ. നമുക്കൊരു സൂപ്പ് ബൗളാണ്. ഇതിൻ്റെ കപ്പൊക്കെ താഴ്ത്താണ്. ഇന്നലെ ഈപ്പിണ്ടാക്കാൻ പോയപ്പോൾ കൊണ്ടുവച്ചതാണ്. പിന്നെ ഒരു ഷൂ, മറ്റൊരു ബ്ലാക്ക് ഷൂ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷൂ മേടിച്ചു. പിന്നെ ബ്രൂവിൻ്റെ സാഷ്, ഇങ്ങനത്തെ ഞാൻ കൊണ്ടുവന്നത്. വലിയത് കൊണ്ടുവരുമ്പോൾ ഇനി കനം കൂടുതലാവുമെന്ന് പേടിച്ചിട്ട് ഇങ്ങനത്തെ 2 രൂപയുടെ സാഷ് കുറേ മേടിച്ചു. ഇതായിരിക്കും നല്ലത്. പിന്നെ ബൂസ്റ്റൊക്കെ പിന്നെയുണ്ട്. പിന്നെ നമ്മുടെ കട്ട്ലറി സെറ്റ്, സ്പൂണ്, ഫോർക്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെ. ഒരു നൈഫൊക്കെ ഉണ്ട്, അതൊക്കെ താഴ്ത്തേക്ക് പോകും, അവിടെ താഴ്ത്തുണ്ട്. പിന്നെ ബോഡി വാഷ്, ഞാൻ 2 ബോഡി വാഷ് മേടിച്ചു. ഒരു ബോഡി വാഷേ കൊണ്ടുവന്നിട്ടുള്ളൂ. വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഒരു ബോഡി വാഷ് ഞാൻ വീട്ടിൽ തന്നെ വെച്ചിട്ട് വന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു മിനി ക്യാpuccino മേക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഫിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ സാധനം താഴ്ത്തിരിക്കുകയാണ്. പെട്ടി മാത്രം ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ കോമ്പ്, ഞാൻ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ടെയിൽ കോമ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലൊരു സ്റ്റീൽ പോലത്തെയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ഇടുക്കാനായിട്ട് സെക്ഷനൊക്കെ എടുക്കാനായിട്ട് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടു. കാരണം ഇങ്ങനത്തെ ഷാർപ്പായിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ ക്യാബിൻ ബാഗ് കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടു. പിന്നെ ടെയിൽ കോമ്പ്, പിന്നെ നമ്മുടെ ബ്രഷൊക്കെ കഴുകുന്ന ഒരു സാധനം. ഇതൊക്കെ ഞാൻ ആമസോണിൽ വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടിക്കൊണ്ട് മേടിച്ചതാണ്. അതിനൊന്നും ചുമന്നുകൊണ്ടിരുന്ന കാര്യമില്ല. എത്ര എനിക്ക് 30-40 രൂപയ്ക്കെങ്ങാണ്ട് ആമസോണിൽ കിട്ടിയതുകൊണ്ട് ഞാൻ എടുത്തു കൊണ്ടുവന്നതാണ്. പിന്നെ എൻ്റെ ഒരു ഇന്നർ ബനിയനുണ്ട്. ഇനി നമ്മുടെ മെയിൻ സാധനം പാൻ. നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാനുണ്ട്. അതിൻ്റെ പിടി ഇതിങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് യൂസ് ചെയ്ത് പ്രസ്റ്റീജിൻ്റെ ആണ്. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചിട്ട് ഫ്ലിപ്കാർട്ടിലാണ്. ഇച്ചിരി വെയിറ്റ് ഉണ്ട്. ഇതൊക്കെ വന്നതുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് ഇച്ചിരി ഇതായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ തന്നെ കടായി പാൻ, നമുക്ക് കറി വയ്ക്കാനോ അല്ലാത്തതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കടായി പാനുണ്ട്. ഇതൊക്കെ ഞാനിങ്ങനെ മറച്ച് വെച്ചിട്ട് ഇങ്ങനെ ബബിൾ റാപ്പ് വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഇനി പോരി പോകണ്ടല്ലോ. അടുത്ത സാധനം വന്നിട്ട് ഷൂ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൻ്റെ ഒരു വേറെ കളറാണ് ഞാൻ ഇട്ടുകൊണ്ട് വന്നേക്കുന്നത്. ഷൂ ഇത് നല്ല ഷൂ ആണ്, കുഴപ്പമില്ല. ഞാൻ ഇട്ടുകൊണ്ട് വന്നേക്കുന്ന ഷൂ. പക്ഷേ എനിക്ക് പെട്ടെന്ന് കാല് പൊട്ടു. ഞാൻ ബാൻഡേജ് കാര്യങ്ങൾ മേടിച്ചില്ല. എൻ്റെ കാലിപ്പോൾ പൊട്ടിയിട്ട് എൻ്റെ ഷൂ ഇട്ടിട്ട് സാധനം നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണത്. പിന്നെ വന്നിട്ട് ഒരു ക്രോക്സ്, ഇതൊക്കെ ഫുൾ കവർ ചെയ്ത് വെച്ചേക്കണ്ട. ഈ ക്രോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ പൊട്ടി കാണിച്ചു തരാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച വമഞ്ഞു പോയിരുന്നു. ഇരുന്ന് അമഞ്ഞിട്ടുണ്ട്. 2 ദിവസം ആകുമ്പോഴേക്ക് സെറ്റ് ആവുമായിരിക്കും. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ക്രോക്സ് ആണ്. ഇതിൻ്റെ ചാം കേട്ടോ, ഈ ഒരു വൈറ്റ് മാത്രമായിട്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചത്. ഈ ചാംസ് ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ്. 6 എണ്ണം 299 രൂപയ്ക്കാണ് എനിക്ക് ചാംസ് കിട്ടിയത്. നല്ലതാട്ടോ, നല്ലൊരു ഇട്ട് നോക്കിയിട്ട് നല്ലൊരു ലുക്കൊക്കെ ഉണ്ടാകും. ഇതിന് അമഞ്ഞു പോയി. ഇനി അതങ്ങനെ ശരിയാക്കി വെക്കാം. നമ്മുടെ ചട്ടപ്പുട്ടിൻ്റെ ചില്ല്, മെയിൻ സാധനം. ഞാൻ കൊണ്ടുവന്നേക്കുന്ന ഏറ്റവും വെയിറ്റ് കൂടിയ സാധനം മിക്സി. ഇതൊരു മിനി മിക്സി ഗ്രൈൻഡറാണ്. ഇവിടെ വരുമ്പോൾ ഇത് വേണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കൊണ്ടുവന്നു. ഇവിടെ ഉള്ളവർ പറഞ്ഞു നമുക്ക് ഈ കുക്കർ മിക്സിയൊക്കെ കിട്ടാൻ പാടാണ്, ബാക്കി പാനൊക്കെയാണ് പിന്നീട് കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പം പിന്നെ നമ്മളിത് കൊണ്ടുവന്നത്. ഇത് ലാസ്റ്റ് പോരുന്നതിന് 2 ദിവസം മുന്നേ ആമസോണിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഗ്രൈൻഡറാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്, ക്യാപ്പുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ അരയ്ക്കാൻ പറ്റുന്നത്. ഇത് ന്യൂട്രി പ്രോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ കേട്ടോ. ഇത് അത്യാവശ്യം റിവ്യൂ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതിൻ്റെ 2 ബ്ലേഡിൻ്റെയാണ് ഞാൻ മേടിച്ചത്. അതിൻ്റെ 3 ബ്ലേഡും ഉണ്ട്. ഞാൻ 2
മേടിച്ചത്. ഇതിൻ്റെ 3 ജാർ 2 ബ്ലേഡ് ഉണ്ട്. എനിക്കിത് മതി തൽക്കാലത്തേക്ക്. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ബെഡ്ഷീറ്റ്. ഈ ബെഡ്ഷീറ്റ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടിട്ടാണ് സാധനങ്ങളൊക്കെ ഇട്ടത്. അപ്പോൾ വേറെ പോറോ കാര്യങ്ങളൊന്നും ചെയ്യില്ലാന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ് കാണിക്കാം. അപ്പുറത്തെ സൈഡിലാണ് എൻ്റെ ഫുഡ് ഐറ്റംസ് മൊത്തം. ഞാൻ വീട്ടിൽ നിന്ന് എല്ലാം പെറുക്കി കൊണ്ടുവന്നേക്കുന്ന ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലാണ് കാണിച്ചത്. ഈ ഒരു സൈഡാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു സൈഡ് തുറക്കുമ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എൻ്റെ കാർഡിൻ്റെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിലിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നിൽക്കാനാണ് കാണാം. അപ്പോൾ ഇതിൽ ഇനി ഓരോ സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റത്തെ വന്നിട്ട് നമ്മുടെ അരി കഴുകുന്ന ഒരു പാത്രം. ഇതൊക്കെ ആമസോണിൽ നിന്ന് മേടിച്ചതാട്ടോ. വളരെ പൈസ കുറവായിരുന്നു, 49 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഓൺലൈൻ മേടിച്ചിട്ടുള്ള എല്ലാ സാധനത്തിൻ്റെയും ലിങ്ക് എൻ്റെ കയ്യിൽ ഉള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇത് ഒരെണ്ണം മേടിച്ചു. പിന്നെ ഒരു ഡിഷ് വാഷർ ഇറ്റ്സോൻ്റെ ഞാൻ കൊണ്ടുവന്നാണ്. നമ്മളിവിടെ എല്ലാം സെൽഫായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സെൽഫ് കുക്കിംഗ് ആണ്, എല്ലാം നമ്മൾ സെൽഫല്ലേ. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചു. പിന്നെ ബൂസ്റ്റ്, ഇനി മുതൽ ബൂസ്റ്റ്. പാല് കുടിക്കാത്ത ഞാൻ ഇവിടെ വന്നിട്ട് ബൂസ്റ്റും അതുപോലെ കോഫി പാലൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ചോപ്പർ, ഇങ്ങനത്തെ ഒരു ചോപ്പർ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ അരിയാനും ഇതൊക്കെ ആയിട്ട്. പിന്നെ ഇതാ മിക്സിയുടെ ജാറാട്ടാണ്. ഞാൻ നല്ല നേരത്തെ ഇങ്ങനെ വെക്കുന്ന ഡേപ്പർ ഇങ്ങനത്തെ മിക്സിയുടെ ജാറുണ്ട്. ഇത് കംഫർട്ട്, സുഗന്ധപൂരിതമാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കംഫർട്ടിൻ്റെ സാഷേ വന്നിട്ടുണ്ട്. വലിയ 50 രൂപ വെയിറ്റാണ്. അപ്പോൾ ഇത് കൊണ്ടുവന്നു. പിന്നെ സ്ട്രെയിനർ, നമുക്ക് ചായക്ക് അതൊക്കെയുള്ള സ്ട്രെയിനർ. വേപ്പറൈസർ എന്തായാലും കൊണ്ടുവരുന്നതാണ്. നമ്മൾ ക്ലൈമറ്റ് മാറി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അസുഖം പിടിക്കും. എന്തായാലും ഒരു വേപ്പറൈസർ കൊണ്ടുവരിക. എണ്ണ ഒഴിക്കുന്ന കുപ്പി, നമുക്ക് ഓയിലും കാര്യങ്ങളൊക്കെ കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കുപ്പിയുണ്ട്. ഞാൻ ആക്ച്വലി വലുതാണ് മേടിച്ചത്. എൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ കുഞ്ഞിത് അടിച്ചിട്ടുണ്ട്, സ്ഥലം തികയാത്തുണ്ട്. പിന്നെ വന്നിട്ട് പേസ്റ്റ്, കോൾഗേറ്റ്. പിന്നെ കപ്പ്, മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ കപ്പ് കൊണ്ടുപോകുമല്ലോ. ഇതിൽ പിന്നെ ഞാൻ ആ ഒരു ബ്ലെൻഡറിൻ്റെ ഒരു ജാറിൻ്റെ അടപ്പുണ്ട്, അതിലിട്ടിട്ടുണ്ട്. കപ്പ് എന്തായാലും കൊണ്ടുവരണം. ഞാൻ നേരത്തെ കണ്ട സാധനമില്ലേ ആ ഒരു പിജറ്റ്, അതില്ലെങ്കിലും നിങ്ങൾ കപ്പ് കൊണ്ടുവരും. കാരണം ആദ്യം വരുമ്പോൾ ഒന്നും നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആവില്ല. അപ്പോൾ കപ്പ് എന്തായാലും വേണം കേട്ടോ. നമുക്ക് പലചരക്ക് സാധനങ്ങളാണ്. പരിപ്പ്, ധീരയുടെ പരിപ്പ്, ഞാൻ മാൾട്ട വരുത്തി പരിപ്പ് തന്നു വിട്ടിട്ടുണ്ട് അമ്മ. പിന്നെ അതുപോലെ ചെറുപയർ, സോയാബീൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോയാബീൻ. ആ സോയാബീൻ എനിക്ക് 2 പാക്കറ്റ് തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കടുകും അത്യാവശ്യം വലിയ പാക്കറ്റ് തന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പുട്ടുപൊടി, സ്റ്റീം പുട്ടുപൊടി, കേക്ക് എന്നിട്ടുള്ള ബ്രാൻഡിൻ്റെ. തൽക്കാലത്തേക്ക് നമുക്ക് ഫുഡിനൊക്കെ എത്തിക്കാം. ഇതിൽ നമ്മുടെ ബ്രൂ, ഹോർലിക്സ് അങ്ങനത്തെയൊക്കെ 3-5 പാക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പി ഞാൻ ഇംഗ്ലീഷ് കുറച്ച് കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പി ഉണ്ട്. റവ 1 കിലോൻ്റെ റവയൊക്കെ തന്നിട്ടുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാൻ പാടൊക്കെ എനിക്ക് അമ്മ റവ തന്നിട്ടുണ്ട്. ഞാൻ പണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് കുഴഞ്ഞ് സൂപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി ഉണ്ടാക്കാൻ പഠിക്കാം. പിന്നെ ഇതാ ആശീർവാദിൻ്റെ ഒരു ആട്ട. ഇതാകുമ്പോൾ നമുക്കതിലും ഗോതമ്പ് ദോശയോ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഉണ്ടാക്കി കഴിക്കാം. അപ്പം ആട്ട തന്നിട്ടുണ്ട്. സാമ്പാർ പൊടി, സാമ്പാർ എൻ്റെ ജീവനാണ്. പക്ഷെ എനിക്ക് സാമ്പാർ ഉണ്ടാക്കാറില്ല. ഇവിടെയാണെങ്കിൽ പച്ചക്കറിക്ക് തീ വില. പിന്നെ എന്തിനാണോ സാമ്പാർ പൊടി, എന്തായാലും ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. കൊണ്ടുവന്നതിലേക്ക് ഏറ്റവും വേണ്ട വിലപിടിപ്പുള്ള സാധനം ടേസ്റ്റ് വെജിറ്റബിൾസിൻ്റെ സാമ്പാർ. എനിക്ക് സാമ്പാർ ജീവനാണ്. അപ്പോൾ ഞാൻ ഈ ഒരു റെഡി ടു ഈറ്റ് സാമ്പാർ മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാക്കിയിട്ട് കഴിക്കാമല്ലോ. പോയി കുറച്ച് അരിയൊക്കെ മേടിച്ച് നാളെ ചോറും സാമ്പാറൊക്കെ കഴിക്കാം. എൻ്റെ ജീവനാണ്. ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഇപ്പോൾ 2 ദിവസമായി ഞാൻ വന്നിട്ട്. ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് നമ്മളെല്ലാം വില അറിയണേട്ടോ. ഞാൻ പോന്നിട്ട് 2 ദിവസമായി. ഞാൻ വന്ന അന്ന് രാത്രി വിശന്നിട്ട് നമ്മൾ പിസ്സ മേടിച്ചു വന്നപ്പോൾ. പക്ഷെ ഇവിടുത്തെ നല്ല ചേച്ചിമാരാണ്. ആ ചേച്ചിമാർ പറഞ്ഞു പിസ്സ മേടിക്കേണ്ട, എത്രയും നേരവും ഫ്ലൈറ്റ് വന്നതല്ല, ഞങ്ങൾ ചോറ് തരാമെന്ന് പറഞ്ഞിട്ട് ചോറും മീൻകറിയൊക്കെ തന്നു. ശരിക്കും എനിക്ക് സങ്കടം വന്നിട്ട് കണ്ണ് പറഞ്ഞു. അവർ നമുക്ക് വന്നപ്പോൾ തന്നെ ഒരു ഫുഡും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ ഞാൻ ആ പിസ്സ എന്നിട്ട് പിറ്റേ ദിവസം എടുത്ത് വെച്ചിട്ട് ഇന്നലെയൊക്കെ ഞാൻ അതാ കഴിച്ചത്. രാവിലെ വൈകുന്നേരം നൂഡിൽസ് ഒരു പാക്കറ്റ് കഴിച്ചു.
ഇന്നാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ സമയം വന്നിട്ട് ഇപ്പോൾ 1:14 ഇതുവരെ ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല. ശരിക്കും വീട് മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് പോയിട്ട് അരി സാധനങ്ങളൊക്കെ മേടിക്കണം. എന്നിട്ട് ആരെങ്കിലും കുറച്ച് ചോറുണ്ടാൻ തോന്നുന്നു. വീട്ടിലൊക്കെ ചോറുണ്ടെന്ന് പറഞ്ഞാൽ പുറകെ നടന്നാലും ഞാൻ കഴിക്കില്ലായിരുന്നു. അവിടെ വന്നപ്പോൾ ശരിക്കും എൻ്റെ വില മനസ്സിലാവുന്നുണ്ട്. നാളെ കുറച്ച് ചോറ് വെച്ചിട്ട് സാമ്പാറൊക്കെ അച്ചാറൊക്കെ കൂട്ടി കഴിക്കും. നല്ല. പിന്നെ നമ്മുടെ ആ ഒരു മിക്സർ ഗ്രൈൻഡറിൻ്റെ വേറൊരു ഗ്രൈൻഡറുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറുണ്ട്. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കണ്ടെയ്നർ കൊണ്ടുവന്നാൽ നല്ലതാണ്. ഇതിൽ വന്നിട്ട് മരത്തവിയുണ്ട്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കയ്യിലുകൾ നമുക്ക് ചോറൊക്കെ കഴിക്കാനുള്ള ഇത് ചോറ് എടുക്കുന്ന ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കുന്ന ഒരു കയ്യിലാക്കാം. അതുണ്ട്, ഒരു പീലർ. ഇത്രയും സാധനങ്ങൾ ആണ് ഇതിലുള്ളത്. പിന്നെ ഒരു പില്ലോ കവർ ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഈ സാധനങ്ങൾ അതിന് മുകളിൽ വെച്ചത്. പിന്നെ ഒരു മരത്തിൻ്റെ തവി, വീണ്ടും ഒരു സ്ട്രെയിനർ, ചോറൊക്കെ എടുക്കാനുള്ള ഒരു കാര്യം. ഇതൊക്കെ ഏട്ടൻ മേടിച്ചതാണ്. ഞാൻ ചെറുതെടുത്തത് എൻ്റെ ഏട്ടൻ അത് വലിയത് എടുക്കുന്ന പറഞ്ഞാണ് എടുത്താണ്. അപ്പോൾ അതാണ് ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പെട്ടിയിലുണ്ടായിരുന്നത്. ഈ പെട്ടി സാധനങ്ങളെല്ലാം തീർന്നു. ഇനി നമുക്കിനി അടുത്ത പെട്ടി ഞാൻ നേരത്തെ ബാഗിലുണ്ടായ ഒരു സാധനമാണ് ഈ ഒരു ബാഗ്. ഇതെൻ്റെ കോളേജിൽ കൊണ്ടുവന്നൊരു ബാഗാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ബാഗാണ്. ഇന്നലെ ഞാൻ പുറത്തൊക്കെ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. വാട്ടർ പ്രൂഫ് ആണെന്ന് ചോദിച്ചാൽ ഇന്നലെ മഴയത്താണ് ഞാൻ പോയത്. നല്ല മഴയായിരുന്നു ഇവിടെ വന്നപ്പോൾ. മഴയത്ത് പോയപ്പോഴും വെള്ളം വീഴപ്പോഴും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളില്ല. എന്തായാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല ബാഗാണ്. അടുത്ത് നമ്മുടെ ട്രോളി ബാഗ്. ഇത് ഓൺലൈനിൽ ഞാൻ മേടിച്ചതാണ് കേട്ടോ. നാഷർ മൈൽസിൻ്റെ ആൻഡ്രോക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു 75 സെൻറ്റിമീറ്ററിൻ്റെ ലാർജ് ബാഗാണ്. ഇതെനിക്ക് ഒരു 4,300 സംതിങ്ങാണ് കിട്ടിയത്. എനിക്ക് ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സിനാണ് ഇതൊക്കെ മേടിച്ചത്. എനിക്ക് ആ ടൈമിൽ കിട്ടിയതാണ്. ഇതിൽ അത്യാവശ്യം കാര്യമുണ്ട്. എൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ പിന്നെ എൻ്റെ അല്ലാത്ത സാധനങ്ങളൊക്കെ പറക്കിയിട്ടേക്കുന്നതാണ്. പിന്നെ ഓൾറെഡി ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുൾ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്നത്. കാരണം എയർപോർട്ടുകാരെങ്ങനെ നമ്മുടെ ബാഗ് എടുത്ത് തരണേന്ന് അറിയില്ലല്ലോ. എൻ്റെ ബാഗ് മിക്കതും പോറിയിട്ടുണ്ട് സൈഡൊക്കെ. എന്നാലും ഞാൻ റാപ്പ് ചെയ്തിട്ട് വന്നപ്പോൾ റാപ്പൊക്കെ മാറ്റി ഞാൻ അത്യാവശ്യം ഇടാനുള്ള ഡ്രസ്സും അല്ലാതെ സാധനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തുറന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചേ ബാഗ് തുറക്കുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കണേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ പുറത്ത് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വാക്യൂം ചെയ്ത് കൊണ്ടുവന്ന ഡ്രസ്സുകളാട്ടോ. അതുകൊണ്ട് നല്ല സ്പേസ് ഉണ്ടായിരുന്നു എനിക്ക്. ഇതിപ്പോൾ പൊട്ടിച്ചിട്ടാണ് ഇത്രയും പൊങ്ങിക്കണം. നല്ല സ്പേസ് ഉണ്ടായിരുന്നു എനിക്ക് ബാഗിൽ. അങ്ങനെ വാക്യൂം ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഇത് ഞാൻ അത്യാവശ്യം എൻ്റെ അവിടെ നാട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകൾ, വീട്ടിലിടുന്നുണ്ട്, പുറത്തേക്ക് അത്യാവശ്യം പോകുന്ന ഡ്രസ്സുകളൊക്കെ ഇതിലിട്ടിട്ട് എന്നിട്ട് എൻ്റെ ഒരു ടോപ്പാട്ടോ. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഇത് ആൽപ്സ് ഗുഡ്നസിൻ്റെ ബീട്രൂട്ട് പൗഡറും ഓറഞ്ച് പീൽ പൗഡറും ആണ്. ഇത് വേറൊരു ബാഗ് കിടന്നതാണ്. ഇന്നലെ അതിൽ നിന്നൊരു സാധനം എടുത്തപ്പോൾ ഞാൻ താഴത്തേക്ക് മാറ്റി വെച്ചതാണ്. ഇത് രണ്ടുമുണ്ട്. പിന്നെ ഇത് ഞാനിങ്ങനെ ബെഡ്ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഞാൻ പുറത്തേക്ക് ഇടാവുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഒരു ബെഡ്ഷീറ്റ് വെച്ച് കവർ ചെയ്തപ്പോഴാ ഇങ്ങനെയാണ് എൻ്റെ കോലം വന്നിട്ട്. എന്ന് പറയണത് പൊടികൾ ഇതിലുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, ഇത്രയും മല്ലിപ്പൊടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. മല്ലിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ശരിക്കും കുറച്ചുകൂടി കൂടുതൽ കൊണ്ടുവരാമെന്ന് എനിക്ക് ഇപ്പോഴാണ് തോന്നണേ. ഞാൻ വളരെ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ. കുറച്ചുകൂടി കൂടുതൽ കൊണ്ടുവരാൻ ഇവിടെ വന്നിട്ടാണ് ഈ വിലയൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഞെട്ടി. അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ പിശുക്കി ഞാൻ എല്ലാ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. പിന്നെ മഞ്ഞൾപ്പൊടി അല്ല ഇത്രയും നമ്മൾ തന്നു വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉണ്ട്. പിന്നെ ഗരം മസാല അങ്ങനത്തെ 3 പാക്കറ്റ് അവിടെ പൊടിപ്പിക്കാനോടത്തുനിന്നാണ് തോന്നുന്നു. നല്ല വാസനയുണ്ട്. ഗരം മസാല ഉണ്ട്. പിന്നെ എൻ്റെ കുക്കറിൻ്റെ അടപ്പ്, അതിലൊക്കെ ഭയങ്കര തണുപ്പാട്ടോ. എൻ്റെ കുക്കറിൻ്റെ അടപ്പ്, അതിൻ്റെ ഇത് വെയിറ്റ്, ഇത് രണ്ടുമുണ്ട്. മെഡിസിനും കാര്യങ്ങളാണ്. ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ ഇവിടെ ഉണ്ട്. ആ ചേട്ടൻ്റെ മെഡിസിനാണ് ഇതിൻ്റെ തന്നിട്ടുണ്ടായിരുന്നു. ഇതും ആ ചേട്ടൻ്റെയാണ്, ഇതും ആ ചേട്ടൻ്റെയാണ്. അപ്പോൾ ആ ചേട്ടൻ്റെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ഫേഷ്യൽ മസാജർ.
ആ നേരത്തെ കാണിച്ച സാധനത്തിൻ്റെ ബാലൻസ് ആക്കുന്നത്. പിന്നെ വന്നിട്ടൊരു പേപ്പർ കട്ടർ, അതൊരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള പേപ്പർ കട്ടർ ഉണ്ട്. പിന്നെ എൻ്റെ കുറച്ച് ഇന്നേഴ്സും കാര്യങ്ങളും, പിന്നെ എൻ്റെ ഒരു ബ്ലാക്ക് ജീൻസ് ഉണ്ട്. ഇതൊക്കെ ലാസ്റ്റ് നിമിഷം കൊണ്ടുവന്നിട്ടതാട്ടോ. പിന്നെ ഇത് വന്നിട്ട് മിച്ചർ, എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കിയ മിച്ചർ. ശരിക്കും എനിക്ക് 1 കിലോ കൂടുതൽ മിച്ചർ ഉണ്ടായിരുന്നു, വെയിറ്റായിട്ട്. പിന്നെ അത് മാറ്റിയതാണ്. അപ്പോൾ മാറ്റണ്ടായിരുന്നു എന്ന് തോന്നുകയാണ്. ഇത്രയും മിച്ചർ, ഈ കവറ്, ഈ സിപ്ലോ കവർ ഫുൾ മിച്ചറായിരുന്നു. അത് മാറ്റി വീണ്ടും കുറച്ചാക്കിയതാണ് മിച്ചർ. എനിക്കിപ്പോൾ ശരിക്കും നാട്ടിലെ ഫുഡ് കൊതിയാവുന്നുണ്ട് നല്ലത്. 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് പറ്റാതായി തുടങ്ങി. പിന്നെ വന്നിട്ട് പാഡ്, നടന്ന് പാഡ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടെ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഒരു ആപ്പിൽ കയറിയിട്ട്, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ആപ്പുണ്ട്, അപ്പോൾ അതിൽ കയറി നോക്കിയപ്പോൾ നല്ല വിലയാണ് കാണിക്കുന്നത്. അപ്പോൾ വരുന്നവരൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ കെയർ സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ എന്താ നേരത്തെ മസാജ് ബ്രഷിൻ്റെ അടപ്പ്. ഇത് എൻ്റെ സ്കിൻ കെയർ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഉണ്ട്. ഞാൻ ആകെ ഇത്രയും കൊണ്ടുവന്നിട്ടുള്ളൂ, എല്ലാം കൂടി പറക്കില്ല ഇതിലിട്ടിട്ടുള്ളൂ, വേറെ അധികമൊന്നും കൊണ്ടിട്ടില്ല. ഇത് ഞാൻ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടോണറാണ്, ഗുഡ് വൈബ്സിൻ്റെ കുക്കുംബർ ടോണറുണ്ട്. ഇത് പൊട്ടിക്കാത്ത പുതിയതാണ്, ഇത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ കുക്കുംബർ ടോണറാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പുതിയത് ഇങ്ങോട്ടേക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് പ്യുവർ വണ്ടറിൻ്റെ ആണ്, ബാത്ത് ആൻഡ് ബോഡിയുടെ പ്യുവർ വണ്ടറിൻ്റെ ബോഡി ലോഷനാണ്. ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ തന്നെ ചെറി ബ്ലോസം, ജാപ്പനീസ് ചെറി ബ്ലോസം എന്ന് പറഞ്ഞൊരു ബോഡി ക്രീം. പിന്നെ വന്നിട്ട് സെബോഡി, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഏട്ടൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ല നേരത്തെ, അപ്പോൾ ആ ചേട്ടന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ സൺസ്ക്രീൻ, ഇത് ഡോക്ടർ ഷെത്തിൻ്റെ സെറമൈഡ് ആൻഡ് വിറ്റമിൻ സൺസ്ക്രീനാണ്. പിന്നെ ഇത് ഇക്കായുടെ ഒരു ലിപ് സ്ക്രബാണ്. ഇവിടെ നല്ലോണം സ്ക്രബൊക്കെ ചെയ്യേണ്ടിയിട്ട് അതുപോലെ ചുണ്ടൊക്കെ ഇങ്ങനെയായി. പിന്നെ ഒരു ഷുഗറിൻ്റെ ഒരു ബ്ലഷ് ഉണ്ട്, ഷുഗറിൻ്റെ ഒരു മസ്കാര ഉണ്ട്, ഇൻസൈഡിൽ ഒരു ലിപ് ഗ്ലോസ്, പിന്നെ ഇൻസൈഡിൽ ഒരു പ്രൈമർ, പിന്നെ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഫിക്സിങ് സ്പ്രേ, ഒരു ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ, ഒരു ബ്ലെൻഡർ. ഇത് ഡോക്ടർ ഷെത്തിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ്. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് അങ്ങനത്തെ മോയ്സ്ചറൈസർ എടുത്തു. പിന്നെ ഒരു ഷുഗറിൻ്റെ ഒരു ഷാർപ്പനർ, ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ ഒരു പ്ലമ്മിൻ്റെ ഫേസ് വാഷ്, ഡവിൻ്റെ ഒരു അൺറോൾ, പിന്നെ ഒരു കുട്ടി ബ്ലെൻഡർ. ഇത്രയും സാധനങ്ങളാട്ടോ ഞാൻ കൊണ്ടുവന്നേക്കണം എൻ്റെ മേക്കപ്പ് സ്കിൻ കെയർ. പിന്നെ വന്നിട്ട് ഒരു സ്പ്രേ ആണ്, ബോഡി മിസ്റ്റ് ആട്ടോ. ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ ജാപ്പനീസ് ചെറി ബ്ലോസാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ എന്തായാലും പെർഫ്യൂംസ് മാക്സിമം കൊണ്ടുവരാൻ നോക്കുക. കാരണം ഇവിടുത്തെ യൂറോപ്യൻസിന് നമ്മുടെ ഇന്ത്യൻസിൻ്റെ മണം എയർപ്പിന്നതൊന്നും പിടിക്കത്തില്ല എന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞത്. അപ്പം എന്നോട് വന്നപ്പോഴും ഇവിടെയുള്ള ഫ്രണ്ട്സ് പറഞ്ഞത് മാക്സിമം സ്പ്രേയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പം ഞാൻ ആറ്റുനൂറ്റ് പൈസ കൂട്ടി വെച്ച് ഒരു നല്ല ബ്രാൻഡ് 2 മേടിച്ചതാണ്. ജാപ്പനീസ് ചെറി ബ്ലോസം ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു ഇത് മേടിച്ചു. അതെനിക്ക് നല്ല സ്മെല്ലാട്ടോ, കുഴപ്പമില്ല. അതൊക്കെ അതിലുണ്ട്. പിന്നെ വന്നിട്ട് എൻ്റെ ഒരു സ്റ്റിക്കി നോട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ച് വയ്ക്കാം. പിന്നെ ഇതൊരു നമ്മുടെ ഡ്രസ്സിലൊക്കെ വയ്ക്കുന്ന ഒരു ഇതാണ്. നമ്മുടെ ഒരുപാട് വൈഡ് നെക്കായിട്ടുള്ള ഡ്രസ്സിൽ ഒക്കെ ഇങ്ങനെ സേഫ്റ്റി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇങ്ങനെ നമുക്കിവിടെ ടക്കിങ് ചെയ്യാം. അങ്ങനത്തെ ഞാൻ എൻ്റെ ഗണപതി, ഇതെൻ്റെ റൂമിലുണ്ടായ ഗണപതി കേട്ടോ, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നമ്മുടെ വിഷമങ്ങളും പരിവുകളൊക്കെ പറയണ്ടേ, അപ്പോൾ ഞാൻ എൻ്റെ ഗണപതിയിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ കുറേ സ്ക്രഞ്ചീസ്, ഞാനിത് മീഷോന്ന് മേടിച്ചതാട്ടോ. ഇങ്ങനത്തെ സാറ്റിൻ. എൻ്റെ മുടി ഭയങ്കര ഡാമേജാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡാമേജാണ്. അപ്പോൾ കളർ ചെയ്തേ പിന്നെ എനിക്ക് മുടി ഒഴിച്ച് നന്നായിട്ട് വന്നു. പിന്നെ ഞാൻ മാറി ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ നിന്നപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു, പിന്നെ മുടി നന്നായിട്ട് കൊഴിഞ്ഞ് ഡാമേജ് ആയിട്ടുണ്ട്. നമ്മൾ സാറ്റിൻ സ്ക്രഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് സാറ്റിൻ സ്ക്രഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നേരത്തെ കാണിച്ചത് പോലെ തന്നെ നമ്മൾ ആ ഡ്രസ്സെന്നാൽ വെക്കുന്ന ആ ഒരു ലേസ് സാധനം. പിന്നെ ഇവിടെ ഒരു സൈഡിലെ കയ്യിൽ എൻ്റെ കുറച്ച് ഇന്നേഴ്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഒരു മാല, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച മാല കേട്ടോ. ഞാൻ ഗോൾഡ് കാര്യങ്ങൾ ഇട്ടിട്ടല്ല വന്നത്, ഇങ്ങനത്തെ മാലകൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. 3-5 പിന്നെ കഴുത്തിലിട്ടേക്കുന്നത് അങ്ങനത്തെ ഒരു ലോക്കറ്റുള്ള ടൈപ്പ് മാലല്ലേ, അങ്ങനത്തെ മേടിച്ചിട്ടാണ്. ഗോൾഡ് എനിക്ക് പേടിയായിരുന്നു, അത് കൂടി വെച്ചിട്ട് ബാക്കി ഇങ്ങനത്തെ കുറച്ച് മേടിച്ചു. അപ്പോൾ അതുണ്ട്. പിന്നെ പാഡ്, ഞാൻ പാഡ് ഇനിയും മേടിച്ചു അത്യാവശ്യം, കാരണം എനിക്ക് നന്നായിട്ട് ആവശ്യം വരുന്നുണ്ട്, അതുകൊണ്ട് പാഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഒരു ഫേസ് ടവല്, വീണ്ടും സ്ക്രഞ്ചി. പിന്നെ ഡ്രസ്സുകൾ, ഞാൻ മേടിച്ചതിൻ്റെ എല്ലാ പുതിയ ഡ്രസ്സുകളും
ഇങ്ങനത്തെ വാക്യൂം ബാഗിലാക്കി തന്നെ വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല സ്പേസിൽ നമുക്ക് ഒതുങ്ങി ഇത്രയും ഇതിലിപ്പോൾ ഒരു ഇങ്ങനെ പോയാലും ഒരു 10 ഡ്രസ്സിൽ കൂടുതൽ 10-12 ഡ്രസ്സിൽ കൂടുതൽ അങ്ങനെയും ഉണ്ട്. ടോപ്പുകൾ കേട്ടോ, ടോപ്പ് മാത്രമായിട്ട് 10 കൂടുതലും ഉണ്ട്. പിന്നെ നമ്മുടെ ബാത്ത് ടൗലെല്ലാം ഉണ്ട് ഇതിൽ. പക്ഷെ എന്നിട്ടും നല്ല ഒതുങ്ങിയിരിക്കുന്നുണ്ടാവും. ഇത് അങ്ങനെ ഞാൻ മേടിച്ചതാണ്. കുറേ പേര് വീഡിയോസ് കണ്ടിട്ടുണ്ട്. എല്ലാവരും ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നവരൊക്കെ ഇതാണ് മേടിക്കുന്നത്. ഞാൻ അങ്ങനെ നോക്കി മേടിച്ച ഒരു വാക്യൂം ബാഗാണ്. ഇതിപ്പോൾ വാക്യൂം കളയണമെങ്കിൽ നമുക്ക് ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ അടുത്ത എയർ കളയാം. അപ്പോൾ ഇത് ഇങ്ങനെ മാറി ഇതാ എയർ പോയി കഴിയുമ്പോൾ തന്നെ ഇത് നമ്മുടെ നോർമൽ ഇതെങ്ങനെയാണോ അങ്ങനെ വരും. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൈ ഇവിടെ നിന്ന് ഇത് യൂസ് ചെയ്താലും മതി. അപ്പം അങ്ങനെ എടുത്തിട്ടുള്ള ഡ്രസ്സ് ഉണ്ട്. പിന്നെ എൻ്റെ ഹെയർ സിറം, ഞാനിതാണ് നാട്ടിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സ്ട്രീക്സിൻ്റെ ഹെയർ സിറം ഉണ്ട്. പിന്നെ കുറച്ച് ഹാൻഡ് കർച്ചീഫ്സ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് കർച്ചീഫ് ഉണ്ട്. പിന്നെ ഇത് ഒരു ടൗൽ, ഇത് ഞാൻ കിച്ചണിലേക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കിച്ചൺ ടൗൽ മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു സൈഡിലുണ്ടായത്. ഇനി അപ്പുറത്തെ സൈഡ് സൈഡിൽ നിന്ന് പറയണ്ട, ഇവിടെ ഒരു കുഞ്ഞു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഫേഷ്യലിൻ്റെ കിറ്റാട്ടോ, ഇങ്ങനത്തെ 1 ടൈം യൂസൊക്കെ ചെയ്യാൻ പറ്റിയ ഫേഷ്യൽ കിറ്റാണ്. ഇത് വേദിക് ലൈൻ ഉണ്ട്. ഇതൊക്കെ എനിക്ക് സ്മെറ്റണിൽ നിന്ന് കിട്ടിയതാട്ടോ. അതിൻ്റെ ഒരു സാക്ഷികളുണ്ട്. പിന്നെ ഇതൊരു ഓയിൽ കൺട്രോൾ ടിഷ്യൂ ആണ്. ഇത് ഞാൻ നൈക്കിന് മേടിച്ചതാണ്. എൻ്റെ ഭയങ്കര ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഓയിൽ വരും. അപ്പോൾ അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടിഷ്യൂ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 ഷീറ്റ് മാസ്ക്, ഇതൊക്കെ സ്മെറ്റണിനാട്ടോ. പക്ഷെ ഇപ്പം എൻ്റെ ഓയിലി സ്കിൻ മാറി തുടങ്ങി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഡ്രൈ ആവുന്നുണ്ട്. അറിയില്ല ഇനി എന്താവും. ശരിക്കും ഇവിടുത്തെ തണുപ്പ് തുടങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഈ നവംബർ ലാസ്റ്റൊക്കെ ആകുമ്പോൾ എന്നോട് ശരിക്കും തണുപ്പ് തുടങ്ങുമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇവിടെ തന്നെ നല്ല തണുപ്പാണ്. ഇന്നലെ പുറത്ത് പോയപ്പോഴും ജാക്കറ്റ് എടുക്കാൻ മറന്നുപോയി. നല്ല തണുപ്പായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഇത് എൻ്റെ കുപ്പിവള, ഇതെനിക്കൊരു അമ്പലത്തിൽ പോയപ്പോൾ തന്നതാട്ടോ. അപ്പോൾ ആ കുപ്പിവള ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഐ ഷാഡോ, ഇതൊക്കെ പൊട്ടിയൊന്നും അറിയില്ല, അതുപോലെയാണ് എടുത്ത് എറിഞ്ഞത് പെട്ടികളൊക്കെ. ഇതൊരു ഐ ഷാഡോ, ബ്യൂട്ടി ഗ്ലേസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഐ ഷാഡോ ഉണ്ട്. അത്ര സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇനി ഈ ഒരു സിബ് ഓപ്പൺ ചെയ്ത് നമ്മുടെ അടുത്ത സെക്ഷൻ സാധനം. ഫസ്റ്റ് എന്ന് പറയുന്നത് കാർമസിയുടെ പാഡ്സ്. നല്ല പാഡ് ഞാൻ നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു അണ്ടർ ആം സ്വെറ്റ് പാഡാണ്. നമ്മുടെ ഇവിടെയൊക്കെ അണ്ടർ ആംസൊക്കെ സെറ്റ് ചെയ്യുന്ന വരുന്ന ടൈപ്പ് പാഡാണ്. പിന്നെ വന്നിട്ട് മെൻസ്ട്രൽ കപ്പ് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ വരുമ്പോൾ എന്തായാലും മെൻസ്ട്രൽ കപ്പാണ് നല്ലതെന്ന് കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു മെൻസ്ട്രൽ കപ്പ് മേടിച്ചു, നമുക്ക് യൂസ് ചെയ്യാം. അടുത്തത് വന്നിട്ട് പിന്നെ ആ മെൻസ്ട്രൽ കപ്പ് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ഒരു സ്റ്റെറിലൈസിങ് കപ്പാണ്. ഇതും സിറോണയുടെ ആണ്. മറ്റേ മെൻസ്ട്രൽ കപ്പ് പി സേഫിൻ്റെ ആണ് വെച്ചത്. പിന്നെ വന്നിട്ടൊരു ടോട്ട് ബാഗ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ്, അല്ല ഇത് മീഷോന്നാണോ മേടിച്ചത്. മീഷോ മേടിച്ചൊരു ടോട്ട് ബാഗ്. അത്യാവശ്യം കോളേജിൽ പോകുമ്പോൾ കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗ്രോസറിയൊക്കെ മേടിക്കാനൊക്കെ ഇതിലൊക്കെ എടുക്കാം. ഇങ്ങനത്തെ ഒരു ടോട്ട് ബാഗ് മേടിച്ചു. പിന്നെ ഇതെൻ്റെ ഇലക്ട്രിക് റേസേഴ്സാണ്. സിറോണയുടെ ഇലക്ട്രിക് റേസർ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ത്രെഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ 9 യൂറോയാണ് നമ്മൾ ത്രെഡ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ത്രെഡ് ചെയ്യാൻ പോകുന്നത് നടക്കില്ല. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് വന്നിട്ട് പൊടിയാണ്, ചമ്മന്തിപ്പൊടി. ചോറ് കഴിക്കുമ്പോഴൊക്കെ എന്തായാലും മതിയല്ലോ ചമ്മന്തിപ്പൊടി. ഇത് അച്ഛൻ്റെ ഓഫീസിലൊരു സാറ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സ്റ്റോർ എനിക്കറിയില്ല എവിടെയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ ചേട്ടൻ കുറേ സാധനങ്ങൾ കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടി ആ ചേട്ടൻ വിളിച്ചതാണ്. പിന്നെ വേഗം വീടപ്പാക്കിയിട്ട് ഓരോന്ന് കാണിച്ചത്. അടുത്തത് വന്നിട്ട് നമ്മുടെ കുക്കറിൻ്റെ ഒരു വാഷർ എക്സ്ട്രാ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് പി സേഫിൻ്റെ ഒരു മെൻസ്ട്രൽ കപ്പ് വാഷാണ്. ഞാൻ അതുപോലെ മേടിച്ചു. പിന്നെ ഒരു ഡർമയുടെ ഒരു ഫേസ് വാഷ്. ഇത് കാർമസിയുടെ അൺറോളാട്ടോ ഡിയോഡറൻ്റ് ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുഖമൊക്കെ ഒന്ന് ചെയ്യുന്ന ഒരു സ്പഞ്ച്. ഇത് ഒരെണ്ണം വീട്ടിലുണ്ട്, ഒരെണ്ണം ഇങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ വേദന പരിഹാരി, നമ്മുടെ ഉണ്ട്, ഒരു കുഞ്ഞ് പെർഫ്യൂം. പിന്നെ വന്നിട്ട് ഇതൊരു റേസറാണ്, ഐബ്രോ റേസർ ഉണ്ട്. പിന്നെ വന്നിട്ട് നമ്മുടെ ക്ലിപ്പുകൾ കുഞ്ഞുണ്ട്. ഇതൊക്കെ ഞാൻ മീഷോയിൽ മേടിച്ചേക്കാം, പൈസ കുറവായിരുന്നു, അങ്ങനെ മേടിച്ചാണ്. പിന്നെ
എൻ്റെ പ്യുവർ വണ്ടർ, എൻ്റെ ബാത്ത് ആൻഡ് ബോഡിയുടെ പ്യുവർ വണ്ടർ അതിങ്ങോട്ട് കൊണ്ടുവന്നു. പിന്നെ ഇത് വന്നിട്ടൊരു ബ്ലെൻഡറാണ്, അത്യാവശ്യം റേറ്റിംഗ് ഉള്ളൊരു ബ്ലെൻഡറാണ്. പക്ഷെ ഞാൻ ഇതല്ല ശരിക്കും മേടിക്കാൻ പോയത്. ഞാൻ മേടിക്കാൻ പോയത് ഇൻസ്റ്റാകുപ്പ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ് ബ്ലെൻഡർ മേടിക്കാൻ പോയിട്ടാണ്. പക്ഷെ അത് ഞാൻ കാർട്ടിലിട്ട് കഴിഞ്ഞ് ചെക്കൗട്ട് കൊടുത്തപ്പോൾ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിച്ചു. പിന്നെ എനിക്ക് പോകേണ്ട ഡേറ്റിൽ സാധനം കിട്ടുമെന്ന് അറിയില്ലെങ്കിൽ എന്നാൽ സ്റ്റോക്ക് കഴിഞ്ഞൊരു സംശയം. എനിക്ക് പോകുമ്പോൾ എന്തായാലും ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സജഷനിൽ കാണിക്കുള്ളൂ. അങ്ങനെ സജഷനിൽ കാണിച്ചപ്പോൾ കണ്ടൊരു ബ്ലെൻഡറാണ് ഇത്. ഗുഡ് സിറ്റി എന്നുള്ള ബ്രാൻഡിൻ്റെ ബ്ലെൻഡറാട്ടോ. ഞാൻ ശരിക്കും ഇൻസ്റ്റാകുപ്പയുടെ റിവ്യൂ കണ്ടിട്ടാണ് മേടിക്കാൻ പോയത്. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നോക്കി, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ ഒരു സ്മൂത്തി ബ്ലെൻഡർ അല്ലെങ്കിൽ പാലൊക്കെ പെട്ടെന്ന് അടിച്ച് വെക്കണമെങ്കിലോ അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് പറയാം. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ടുള്ളൂ, വലിയതായിട്ട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ഇതിൻ്റെ ചാർജറുണ്ട്, ചാർജ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് നോക്കാം. ശരി, എനിക്ക് ഇതെല്ലായിരുന്നു വേണ്ട, എന്നാൽ കുഴപ്പമില്ല. ഇനി അടുത്തത് വന്നിട്ട് വീണ്ടും ഞാൻ ഡ്രസ്സ്, അതായത് ജീൻസുകളുണ്ട്. പിന്നെ എൻ്റെ ഒരു നല്ല കട്ടിയുള്ളൊരു ഡ്രസ്സാണ് ഈ മഞ്ഞ കളർ. അതൊക്കെ ഞാൻ വാക്യൂം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഡ്രസ്സാണ്. അതൊക്കെ നന്നായിട്ട് വാക്യൂം ചെയ്തതാണ്. ഇതുപോലെ ആക്കി പപ്പടം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു സൈഡിൽ ഒരു പാഡും ഞാൻ ഇതിൽ വെച്ച് വാക്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുണ്ട്. പിന്നെ വന്നിട്ട് 2 ടവൽ. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു പെട്ടിയിൽ. ഇനി 2-3 സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇങ്ങോട്ട് വരുമ്പോൾ മെയിനായിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഈ ഒരു അഡാപ്റ്റർ. ഇത് യൂണിവേഴ്സൽ അഡാപ്റ്ററാണ്. പക്ഷേ എൻ്റെ ഇത് ഇവിടെ വർക്ക് ആവുന്നില്ല കേട്ടോ. ഇത് എന്തോ ഒരു കുത്താൻ നോക്കിയിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ റൂമിലുള്ള ചേച്ചിമാരുടെ ഇതിലാണ് എൻ്റെ ഫോൺ ചാർജ് ചെയ്യുന്നത്. ഇതിൽ എന്തോ ഒരു സാധനം കൂടി വേണം എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഇവിടെ എൻ്റെ കടയിൽ പോകുമ്പോൾ ചോദിച്ചു നോക്കണം. നാട്ടിൽ നിന്ന് ഞാൻ 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കടക്കാർ എനിക്ക് ഒരെണ്ണേ തന്നോളൂ. വീട്ടിൽ വന്നിട്ട് നോക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വരിക. യൂണിവേഴ്സൽ അഡാപ്റ്റർ നല്ലത് തന്നെ മേടിക്കുക, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ പണി കിട്ടും. പിന്നെ വേണ്ടതാണ് ലിപ് ബാം. ഇവിടെ വരുമ്പോൾ നല്ലതുപോലെ ചുണ്ട് ഡ്രൈ ആവും. എൻ്റെ ചുണ്ടൊക്കെ ഇന്നലെ പൊട്ടിയിട്ട് ചോര വന്നു, അതുപോലെ ആയിപ്പോയി. നിങ്ങൾ എന്തായാലും ഒരു ലിപ് ബാം മസ്റ്റായിട്ട് മേടിക്കുക. നമുക്ക് എന്തായാലും ഉപകാരമാണ്. സെബോളിനായാലും മതി, പക്ഷേ സെബോളിൻ കുറേ തേക്കുമ്പോൾ ചിലപ്പോൾ ചുണ്ട് കറുത്തോൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ലിപ് ബാം കുറച്ച് കൂടുതലുണ്ടായി. ഞാൻ ആ ഒരെണ്ണേ കൊണ്ടുവന്നുള്ളൂ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. നിങ്ങൾ വരുമ്പോൾ കുറച്ച് കൂടുതൽ കൊണ്ടുവരിക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബോഡി ലോഷൻ കൊണ്ടുവരിക. ഇവിടെ നല്ല തണുപ്പ് കൊടുക്കും. പിന്നെ ഭയങ്കരമായിട്ട് മുഴിച്ചില്ല, എനിക്ക് നല്ല മുഴിച്ചിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ബോഡി ലോഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അതുപോലെ തന്നെ നിങ്ങൾ തെർമൽ കൊണ്ടുവരേണ്ട. എല്ലാ ഒരു ഡ്രസ് കിറ്റിൽ തെർമലും കാര്യങ്ങളുണ്ട്. നിങ്ങൾ തെർമൽ എന്തായാലും കൊണ്ടുവരിക. അങ്ങനത്തെ തെർമലിൽ മേടിക്കാൻ കിട്ടും. നല്ല ജാക്കറ്റ് മേടിക്കുക. നമുക്ക് നല്ല തണുപ്പത്ത് ഇടാൻ പറ്റുന്ന ടൈപ്പ് ജാക്കറ്റ് മേടിക്കുക. അതുപോലെ ഗ്ലൗസ് മേടിക്കുക, സോക്സ് മേടിക്കുക. ഇതൊക്കെ നിർബന്ധമായിട്ട് ആവശ്യമാണ്. നിങ്ങൾ ഏതൊരു യൂറോപ്യൻ കൺട്രി ആണെങ്കിലും അല്ലെങ്കിൽ നമ്മളല്ലാത്ത രാജ്യങ്ങളിൽ പോകുമ്പോൾ തണുപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. നിങ്ങൾ ഇതൊക്കെ നിർബന്ധമായിട്ട് മേടിക്കണം. എനിക്കെന്തായാലും ലിപ് ബാമും ബോഡി ലോഷനും വേണം. ഞാൻ ആകെ കൊണ്ടുവന്നത് ആ ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു ബോഡി ലോഷൻ. അത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് തീർന്നില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ബോഡി ലോഷൻ കാര്യങ്ങൾ വേണം. പറയുകയാണെങ്കിൽ കത്തി വിലയാണ്. നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഈ സാധനങ്ങളൊന്നും. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിൽ ചോദിച്ചു നോക്കണം, അവിടെ കൊറിയർ ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ കൊറിയർ സർവീസിൽ ചോദിച്ചു നോക്കിയിട്ട് കുറച്ച് പൈസയ്ക്കാണെങ്കിൽ കുറച്ച് ബോഡി ലോഷനും ലിപ് ബാമൊക്കെ തന്ന് വിടാൻ പറയണം. അല്ലാണ്ട് പിന്നെ ഞാൻ കൊണ്ടുവന്ന വേറൊരു സാധനമാണ് ഈ കൃഷ്ണൻ്റെ ഒരു ഇതിട്ടാണ്. ഇത് പൊട്ടിപ്പോയി അതിൻ്റെ ചില്ല്. അവരെടുത്ത് നല്ലതുപോലെ എറിഞ്ഞതിൻ്റെ ആ ഒരു ഇത് കാണാനുമുണ്ട്. ഞാൻ ആറ്റുനൂറ്റ് പറഞ്ഞ് മേടിപ്പിച്ചതാണ്. ഏട്ടൻ ഗുരുവായൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏട്ടനോട് ഞാൻ പറഞ്ഞ് കൊണ്ടുവന്നതാണ് ഒരു കുഞ്ഞു കൃഷ്ണൻ്റെത്. പക്ഷേ എൻ്റെ ചില്ലൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് സാധനങ്ങൾക്ക് ചില്ലുള്ളതോ അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ പൊട്ടുന്നു തോന്നുന്ന സാധനങ്ങൾ നന്നായിട്ട് ബബിൾ റാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. എൻ്റെ വേറെ ഏതെങ്കിലും സാധനങ്ങൾക്ക് ഇനി പൊട്ടിയൊന്നും അറിയില്ല. എന്നാണിപ്പോൾ പെട്ടിന്ന് മൊത്തം എടുത്ത് നോക്കുന്നത്. ഇനി എന്താ നോക്കിയാലും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക. ഇങ്ങനത്തെ ബാഗിലൊന്നും വെക്കരുത്. ഒന്നുകിൽ ഹാൻഡ് ലഗേജ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഫ്ലൈറ്റിൽ ഇരിക്കുന്ന ആ ഒരു ഹാൻഡ് ലഗേജ് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ പിടിക്കുക. ഇങ്ങനത്തെ വെച്ചാൽ ഇത് നമ്മൾ എവിടെ നിന്നാണോ കയറുന്നത് അവിടെ നിന്ന് കൊടുത്തയച്ചാൽ നമ്മൾ ഇറങ്ങുന്ന ആ സ്ഥലത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഭയങ്കര പണിയാണ്. ഞാൻ നിന്നപ്പോൾ എൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഇതുപോലെ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു കൊടുത്തു വിട്ട ബാഗിലാണെന്ന് പറഞ്ഞു. അത് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ആ ചേച്ചി ഫോണിൽ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് അവിടെ നിന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര ലെങ്ത്തുള്ളൊരു വീഡിയോ ആയിട്ടുണ്ട് എന്തായാലും ഇത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ മാൾട്ടയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് താഴെ കൊടുക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞാൻ ചെയ്യാം. കാരണം ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്താണെങ്കിലും എനിക്കറിയാത്ത കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഉള്ള ഫ്രണ്ട്സിനോടാണ് ചോദിച്ചത്. അപ്പോൾ അവർ ഓരോന്ന് പറഞ്ഞു തരുമ്പോഴാണ് നമുക്ക് ഇന്നത് വേണം, ഇന്നത് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതൊക്കെ ഇതുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ഒരിക്കലും ബാറ്ററി, കത്തി കാര്യങ്ങൾ, അതായത് ഷാർപ്പ് ഒബ്ജക്ട്സ് ഒന്നും നമ്മുടെ ഹാൻഡ് ലഗേജിൽ അച്ചാർ, അങ്ങനത്തെ ലിക്വിഡ് ഐറ്റംസ് 100 ml ഉള്ള ലിക്വിഡ് ഐറ്റംസ് ഒന്നും ഹാൻഡ് ലഗേജിൽ ഉൾപ്പെടുത്തരുത്. അത്
അത് അവരെടുത്ത് കളയും. കാരണം എൻ്റെ മുന്നിൽ നിന്നവരെയൊക്കെ ഞാൻ എടുത്ത് കളയുന്നത് കണ്ടു. ലിക്വിഡ് ഐറ്റംസ് ഒക്കെ ഒരു 100 ml മുകളിലുള്ളവരൊക്കെ കളയും. പിന്നെ കത്തി ഞാൻ കൊണ്ടിട്ടുണ്ട്, അത് താഴെ കിച്ചണിൽ വെച്ചേക്കാണ്ട്. അപ്പോൾ കത്തിയൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനത്തെ ചെക്കിൻ ബാഗിൽ നന്നായിട്ട് റോൾ ചെയ്തിട്ട് ഈ ഡ്രസ്സിൻ്റെ ഉള്ളിൽ വെക്കുക. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് ഒന്നും ബാറ്ററി അങ്ങനെയുള്ളതൊക്കെ. ഞാനിപ്പോൾ എൻ്റെ മൗസിൻ്റെ ബാറ്ററി ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ മൗസിൽ തന്നെ ഇട്ടിട്ടാണ് വന്നത്. പിന്നെ ഒരു എക്സ്ട്രാ പെയർ ഉണ്ടായിരുന്നു, അത് ഞാൻ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ചെക്കിൻ ബാഗിലാണ് ഇട്ടത്. വലിയ സീനൊന്നും ഇല്ലാണ്ട് എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ പാക്ക് ചെയ്യാനും. അതൊക്കെ ഒന്ന് ജസ്റ്റ് എല്ലാം നോക്കുക. നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും നിങ്ങളുടെ ഫ്ലൈറ്റ് ഏതാണോ, ഫ്ലൈറ്റിൽ ഇത്ര സാധനങ്ങൾ കയറ്റാൻ പാടാന്നുള്ളൊരു ഉണ്ടാവുമല്ലോ. അതൊക്കെ നോക്കിയിട്ട് വേണം പാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത മാൾട്ട വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി കാണാൻ. അതുവരേക്കും ബൈ.